നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അമ്പല ദിവസാട്ടോ. ഇന്ന് ഇന്നല്ല സോറി ഇന്നലെ ഇന്നലെ ആയില്യമായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ സ്ഥിരം ആയില്യത്തിന് അമ്പലത്തിൽ പോവാറുണ്ട്. കുറേ ദിവസമായിട്ട് കുറേ മാസങ്ങളായിട്ട് ആയില്യത്തിന് പോക്കൊന്നും ഇല്ല കേട്ടോ. സമയം കിട്ടുന്നില്ല, അത് തന്നെ കാര്യം. അപ്പോൾ ഇന്നിപ്പോൾ സമയം കിട്ടുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കലണ്ടർ നോക്കുന്നില്ല. മാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ കലണ്ടറൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് കലണ്ടർ നോക്കിയപ്പോൾ ആയില്യമാണെന്ന് രാവിലെ ആട്ടോ കണ്ടത്. ഇപ്പോഴും കണ്ടു, ജസ്റ്റ് കണ്ട ഉടനെ കുളിച്ചൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വന്നു. എനിക്ക് ആവശ്യത്തിനൊക്കെ ദൈവത്തിൽ ഭക്തിയുണ്ട്, അനാവശ്യമായിട്ട് അമിതമായിട്ട് ഭക്തി എനിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വസ്ത്രം തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയില്യ പൂജയ്ക്ക് മുടങ്ങാതെ പോവുക. പിന്നെ വേദയുടെ ജാതകം എഴുതിയപ്പോൾ വേദയുടെ നക്ഷത്രം വരുന്ന ദിവസം പോവുക. മാസത്തിലൊരിക്കൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പോവുക, വേദയും കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഇപ്പം നടക്കുന്നില്ല. കോവിഡിന് മുന്നേ ഇതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ ഈ വസ്ത്രം തുടങ്ങുന്നതിന് മുന്നേ ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആയില്യത്തിന് മുടങ്ങാണ്ട് പോവുക, ഗുരുവായൂർ എന്തോ ഒരു പൂജ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാനത് മറന്നുപോയി. ആ ചാറ്റ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആവുകയും ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ ആസ്ട്രോടോക്കിൻ്റെ പരസ്യം പോലെ തോന്നുന്നുണ്ടോ? ആസ്ട്രോടോക്കിൻ്റെ പരസ്യം ഞാൻ ഇനിയും വന്നാലും ചെയ്യും കേട്ടോ. കാരണം ഇപ്പം ഞാൻ വസ്ത്രം തുടങ്ങിയപ്പോൾ ഞാനൊരു ജ്യോത്സ്യനെ കണ്ടായിരുന്നു. വീട് പാല് കാച്ചുന്ന സമയത്ത് ഒരു ജ്യോത്സ്യനെ കണ്ടായിരുന്നു. വീടിന് തറക്കല്ലിടുന്ന സമയത്ത് നമ്മൾ ഓരോ നല്ല കാര്യത്തിനും ജ്യോത്സ്യനെ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ജ്യോത്സ്യനെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഈ അമിതമായിട്ട് പരിഹാരമായിട്ട് ആയിരങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പൂജ കർമ്മങ്ങൾ ആ പരിപാടിക്കൊന്നും ഞാൻ ചെയ്യില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടികളാണെങ്കിൽ ഇപ്പോൾ ആയില്യത്തിന് ഇതുപോലെ പോകാൻ പറഞ്ഞു, അമ്പലത്തിൽ പോകാൻ പറഞ്ഞു, ഒരു വിളക്കോ എണ്ണയോ അങ്ങനെയൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞു, അതൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, വസ്ത്രം തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതങ്ങ് തമിഴ്നാടാട്ടോ. അതും ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടാണ്, നിങ്ങളിനി എന്തൊക്കെ, അതിപ്പോൾ ഞാനെന്നല്ല ആരായാലും എന്തൊക്കെ ഏതൊക്കെ ഭഗവാന് ദൈവങ്ങൾക്ക് കൊണ്ട് കൊടുത്താലും നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് കുടുംബക്ഷേത്രമാണ്. അതായത് അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പോയി അവരെ പ്രീതിപ്പെടുത്താണ്ട് മറ്റുള്ള ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ടോ അവിടുത്തെ അമ്പലത്തിൽ പോകുന്നത്. അതും ജ്യോത്സ്യം പറഞ്ഞിട്ടാട്ടോ. അപ്പം നമ്മൾ ആസ്ട്രോടോക്കിൻ്റെ ഇത് പറഞ്ഞിട്ട് ഇപ്പം എനിക്കൊരു ഭയങ്കര ഒരു തെറ്റായിട്ട് തോന്നില്ല. കാരണം ഒരുപാട് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഒരു ആവശ്യം വന്നാൽ നമ്മളൊരു ജ്യോത്സ്യനെ പോയി കാണും. അതിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, അതിനൊരു പ്രൊമോഷൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ഗെയിമിൻ്റെ പ്രൊമോഷനാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ഗെയിം കളിച്ചു, നിങ്ങളുടെ കയ്യിലെ കാശൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ അത് ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം അതൊരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആസ്ട്രോടോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ജ്യോത്സ്യനെ കാണുമ്പോൾ 1000, 2000, 5000 വാങ്ങുന്ന ജ്യോത്സ്യന്മാരുണ്ട്, പല റേറ്റിന് 500 വാങ്ങുന്ന ജ്യോത്സ്യനുണ്ട്. അവരിപ്പോൾ പറയുന്നതെല്ലാം ശരിയാണോ? അവർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തേക്കാം, അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കാം. അപ്പോൾ അത് ഓൺലൈനായിട്ട് ചെയ്യാൻ ഒരു പ്രൊമോഷൻ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എത്രത്തോളം വിവാദമായെന്നറിയോ? അവർ കുറേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് എടുത്ത് അനാവശ്യമായിട്ട് ആ വീഡിയോയ്ക്ക് എതിരെ ഇങ്ങനെ ചെയ്തു. എനിക്ക് ജ്യോത്സ്യനിലൊന്നും ഇങ്ങനെ അമിത വിശ്വാസമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ പറയുന്നത്, ഇനി അതുകൊണ്ടാണോ നമ്മുടെ കുടുംബത്തിന് പ്രശ്നം, അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും, ആയിരങ്ങൾ മുടക്കിയൊന്നും ചെയ്യില്ല. ഇപ്പോൾ ആസ്ട്രോടോക്കിലും ലക്ഷങ്ങളൊന്നും അവർ ഓൺലൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല. ഈ ജ്യോത്സ്യന്മാർ ഓൺലൈനായിട്ട് വന്നിരുന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ ആസ്ട്രോടോക്കിൽ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് തള്ളിക്കളയാം. ഇപ്പോൾ ഞാനൊരു ഗെയിമിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പ്രൊമോഷനായിട്ട് തന്നതെങ്കിൽ അത് നിങ്ങളെ കാശ് തട്ടിക്കാനുള്ള പരിപാടിയായിട്ട് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നിങ്ങളൊരു നേരിട്ട് പോകുന്നത് ഓൺലൈനായിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ നേരിട്ട് പോയി തുണികൾ എടുക്കുന്നു, എൻ്റെ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങുന്നവരും ഉണ്ട്, അത് അത്രയേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്തുള്ള ശരിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇതെടുത്തിട്ട് കണ്ടൻ്റ് ആക്കുന്നെങ്കിൽ ആക്കിക്കോളൂ. ഒരു ദിവസത്തെ കണ്ടൻ്റായി 10 കാശുണ്ടാക്കാം അല്ലേ? എന്തായാലും രാവിലെ അമ്പലത്തിൽ പോയി ആയില്യത്തിന് കൊടുത്തു, ഞങ്ങളുടെ 3 പേരുടെ പേരിനും. പിന്നെ വേദയ്ക്ക് ഞാനൊരു സരസ്വതി പൂജയും കൂടി ചെയ്തായിരുന്നു. എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അമ്പലത്തിൽ ഇങ്ങനെ രാവിലെ കുളിച്ചൊരുങ്ങി വരുമ്പോൾ. പക്ഷെ നമുക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ പിന്നെ എനിക്ക് അടുക്കളയിൽ കയറാനേ പറ്റത്തില്ല കേട്ടോ. വീടൊരു കോലമായിട്ട് കിടക്കുകയാണ്, അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. കുളിച്ച് കഴിഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ ജോലി ചെയ്യാനൊരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ. വെട്ടുകാട് കുറേ ദിവസമായിട്ട് ലഡാക്കിൽ പോയപ്പോൾ ഞാൻ കുറേ നേർച്ചകൾ നേർന്നു. ആ
കർത്തുങ്കൾ പാസ് കയറിയപ്പോൾ ദൈവമേ ജീവനോടെ തിരിച്ച് താഴെ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എനിക്ക് വെട്ടുകാട് ഭഗവാന്മാർ, ദൈവങ്ങളെ വിളിക്കാത്ത ദൈവങ്ങളില്ല, മരിച്ചുപോയ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ ഞാൻ വിളിച്ചേട്ടോ. അപ്പോൾ അവിടെ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയില്ല. സാധാരണ നമുക്കൊരു വിശേഷം എന്തെങ്കിലും വന്നാൽ, ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേർക്ക് 10 പേർക്കെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാറുണ്ട്. അതും ഇപ്രാവശ്യം നടന്നിട്ടില്ല. ഒന്നിനും സമയം കിട്ടുന്നില്ല. പക്ഷെ നമ്മളത് പറയുന്നൊരു എക്സ്ക്യൂസ് അല്ല. നമ്മളിതൊന്നുമില്ലായിരുന്നപ്പോൾ എല്ലാം ചെയ്യുമായിരുന്നു. എല്ലാം വന്നു ചേരുമ്പോൾ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മളതിന് സമയം കണ്ടെത്തുക തന്നെ വേണം. എനിക്കൊന്ന് വെട്ടുകാട് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. പിന്നെ അമ്പലത്തിൽ കുളിച്ചൊരുങ്ങി വന്നിട്ട് പിന്നെ പോയി കിച്ചണിൽ കയറുന്ന വെട്ടുകടക്കെ നമുക്ക് വൈകിട്ട് വേണമെങ്കിലും പോവാം. വൈകുന്നേരം അമ്പലത്തിൽ വന്നാലൊരു ഇതുണ്ടാവില്ല കേട്ടോ. ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ കയറുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എന്തായാലും അമ്പലത്തിൽ രാവിലെ വന്നിട്ട് പൊങ്കാല പ്രസാദം ഉണ്ടായിരുന്നു, ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു. വേദയ്ക്ക് പൊങ്കാല പ്രസാദം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇലയിൽ വേദയ്ക്ക് എടുത്തു, ഗണപതി ഹോമത്തിൻ്റെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയാം എടുത്തോളൂ കുറച്ചുകൂടി എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറൊക്കെ കൊണ്ട് തന്നായിരുന്നേ. ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എടുത്തത്, അല്ല ചിലപ്പോൾ അതിൽ കഴിയും. ഇപ്പോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു. ആയില്യം തുടങ്ങുന്നത് 11 മണിയൊക്കെ ആവും. ഞങ്ങൾ ആയില്യത്തിന് കൊടുത്തിട്ട് ഇങ്ങനെ വന്നു. വേദയുടെ പൂജ കഴിഞ്ഞതിൻ്റെ പ്രസാദവും വാങ്ങി വന്നേ. നമ്മൾ ആ ചന്ദനക്കുറി നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണ്, എന്തൊരു ഐശ്വര്യമാണെന്നറിയാം നമ്മുടെ മുഖത്ത്. അതൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് അല്ലേ. ചന്ദനക്കുറി രാവിലെ കുളിച്ച് അമ്പലത്തിലെ പോയി ഭഗവാനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ദേഹം വിയർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് കുളിച്ചിറങ്ങിയത്. പക്ഷേ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. അത് അവിടെ അങ്ങനെ തന്നെ കിടന്നു. ഇനി അടുത്ത ദിവസം ഞാൻ ക്ലീൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു വൃത്തികെട്ട ശീലം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഉച്ചയ്ക്കെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതേ വൈകിട്ട് ഞാനൊന്ന് വേദയും കൊണ്ട് ട്യൂഷന് പോവുകയാണ്. പിന്നെ വേറെ 1-2 പരിപാടികളുണ്ട്. ട്യൂഷന് പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരുന്നതെല്ലാം കഴിഞ്ഞു കേട്ടോ. വേദയുടെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവൾക്കുള്ളത് എനിക്ക് തരത്തില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം നടന്നില്ല. ഇന്നിപ്പം പോകണം. പിന്നെ പ്രിൻ്റർ നോക്കണമെന്ന് പറഞ്ഞ് പോയി, അത് നടന്നില്ല. പ്രിൻ്റർ നോക്കണം. അപ്പോൾ വേദയെ ട്യൂഷന് വിട്ടിട്ട് ഈ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വലിയ മിറർ വാങ്ങിച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല നല്ല സുഖമുണ്ട് കേട്ടോ. അതിൽ നമുക്ക് നമ്മുടെ ഫുള്ളായിട്ട് കാണാം, നല്ല വൃത്തിക്ക് നമ്മുടെ മോന്തായൊക്കെ കാണാം കേട്ടോ. മറ്റേ നമ്മൾ വാർഡ്രോബിൽ കാണുന്ന മിറർ പോലെയല്ല, ഇത്രയും ഒരു ഫുൾ ഫിഗർ മിറർ വന്നപ്പോൾ നല്ലതായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പേയാട് പോയപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഈ LED മിറർ ഇരിപ്പുണ്ടായിരുന്നേ. നമ്മൾ ചാലയിലൊക്കെ പോയി അന്വേഷിച്ചില്ലേ, ഒരു മാതിരിപ്പെട്ട സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ഇവിടെ ഇരിക്കുന്നു. കാരണം ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സ്റ്റാൻഡിങ് മിറർ എന്ന് പറയുന്നത്. അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. റേറ്റ് കൊടുക്കുന്നതിലും കുഴപ്പമില്ല. പിന്നെ നമ്മളെപ്പോലെ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ള കേട്ടോ. നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനും ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫുൾ ഫിഗറിൽ ഇങ്ങനെയൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും വേദ ട്യൂഷന് വിട്ട്, എന്നിട്ട് നമുക്ക് ബൂസ്റ്റർ ചായ എന്നൊരു ബദാം ടീ കുടിക്കാണ്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവിടെ ഇറങ്ങി ഒരു ബദാം ചായ കുടിച്ചു. അപ്പം ഞാൻ ബദാം ചായ കുടിക്കുന്നത് എന്ന് വീഡിയോ ഇട്ടാലും ചോദിക്കും, ഇതെന്താ ചായ ചവച്ച് കുടിക്കുന്നതെന്ന്. അതിൽ ബദാമിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ചവച്ച് കുടിക്കുന്നത്. ആ കടിച്ച് തിന്നാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ബദാം ടീ ഓർഡർ ചെയ്യുന്നത്. അത് പൂജപ്പുരയാണ്. പൂജപ്പുര എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലൊക്കേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. ഇവിടെ നിന്ന് ഞാൻ സ്ഥിരം കുടിക്കാറുണ്ട്. അപ്പോൾ സ്ഥിരം ചായ അടിക്കുന്ന ആളെ കാണാനില്ല. ഇവിടെ പോയി പുള്ളിയൊക്കെ ഭയങ്കര കൂട്ടാട്ടോ. പുള്ളി ലക്നൗവിലുള്ളതാണ്. ഞാനിങ്ങനെ സംസാരിക്കും, നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പുള്ളിയെ കണ്ടില്ല എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവർക്ക് കൈതമുക്കിലൊരു ബ്രാഞ്ച് തുടങ്ങി, അങ്ങോട്ട് പോയി മാമിൻ്റെ നമ്പർ ഒന്ന് തരുമോ, അവിടെ വീഡിയോ എടുക്കാനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് പലരും, ഇപ്പോൾ നമ്മളെ പേയാട് കുണ്ടമകടവിലുള്ള അവിടുത്തെ ചേട്ടനാണെങ്കിലും ഉള്ളിവിടെയൊക്കെ നിങ്ങൾ വീഡിയോ ഇട്ട സമയത്ത് ഭയങ്കര ഇതായിരുന്നു, ഒരുപാട് പേര് വന്നു, ഇപ്പോൾ ആൾ കുറവാണ്, ഒന്ന് വന്ന് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരായിരിക്കും കേട്ടോ. അവരും പോയി ആസ്വദിച്ചിട്ടായിരിക്കും വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ നല്ലത് തന്നെ പറയും, മോശം എന്ന് തന്നെ പറയും. കാരണം അത് നമ്മൾ പല വീഡിയോസും കണ്ടിട്ട് ഭയങ്കര സ്വാദം എന്ന് പറയും. ഇപ്പം ഞാൻ അങ്കമാലിയിൽ പോയി മാങ്ങാക്കറി കഴിച്ചത് അത് ആ കടയുടെ കുഴപ്പമായിരിക്കാം. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് ആ കട മാത്രമാണ്, ഞാൻ അങ്കമാലിയിൽ കുറച്ചൊക്കെ യൂട്യൂബേഴ്സ് ഇടുന്ന കണ്ടിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഞാൻ അങ്കമാലി മാങ്ങാക്കറി കൊള്ളില്ലെന്നല്ല പറഞ്ഞു, ആ കടയിൽ കഴിച്ചത് എനിക്ക് ഇഷ്ടമായില്ലെന്നേ പറഞ്ഞുള്ളൂ.
അതിനിടയ്ക്ക് എനിക്കൊരു കമൻറ്റ് ഉണ്ട്, ദയ വന്നു മൃണാളിൻ്റെ അനിയത്തി എന്ന്. പുള്ളിയുടെ എനിക്ക് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ജെന്യുവിനായിട്ട് പറയും. പുള്ളി പറയുന്ന സ്ഥലത്ത് പോയി കൊള്ളില്ലെന്ന് പറയാൻ കൊള്ളില്ല, എന്നെ കൊള്ളാമെന്ന് പോയി പറയുന്ന സ്ഥലത്ത് പോയി കഴിച്ചാൽ നല്ലതാട്ടോ. പുള്ളി പറയുന്ന പക്കയാണ്. എനിക്ക് പുള്ളിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. മൃണാളിൻ്റെ അനിയത്തി വന്നു എന്നാണ് മൃണാൾ ദാസിൻ്റെ. എനിക്കതിൽ ഒട്ടും വിഷമമില്ല. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ജെന്യുവിനായിട്ട് പോയി ഇപ്പോൾ പൈസ കിട്ടി ആയിട്ടാണെങ്കിലും നല്ലതാണെന്ന് പറയും. നമ്മൾ പോയി കഴിക്കുന്നിടത്തെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും അവർ ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കഴിക്കുമ്പോൾ അവർ വീഡിയോസ് എടുക്കുന്ന കാണുമ്പോൾ പൈസ വേണ്ടാന്ന് വാങ്ങത്തില്ല. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ പഴങ്കഞ്ഞി കടയിൽ ആദ്യം പോയപ്പോൾ അവർ വാങ്ങിയില്ല, കാശ് വാങ്ങത്തില്ല, ഉറപ്പ് പറഞ്ഞ് വാങ്ങത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ എപ്പോൾ പോയാലും ഞാൻ കാശ് കൊടുക്കും കേട്ടോ. സോ ഈ ചെറിയ കടകളിലൊക്കെ കയറി കഴിച്ചാൽ ഉറപ്പാണ് അവർ കാശ് വാങ്ങിയില്ല. വീഡിയോ ചെയ്യാൻ അവർക്ക് ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്. വലിയ കടയിലൊന്നും ഒരിക്കലും നമ്മൾ ആരും പ്രൊമോഷന് വിളിക്കത്തുമില്ല. നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്കതിൻ്റെ ആവശ്യമില്ല വലിയ വലിയ കടകളിൽ പോയാൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ജെന്യുവിനായിട്ട് തന്നെയാണ് റിവ്യൂ ഇടുന്നത്. എനിക്കതുകൊണ്ട് മൃണാൾ ദാസിന് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം പറയുന്നത് ജെന്യുവിനായിട്ടാണ്. അതുപോലെ പോകാനാണ് എനിക്കും ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ ഞാനിപ്പോൾ ആ കടയിൽ പോയി കൊള്ളില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് അവർ പോയി അവിടെ ചെന്ന് കഴിക്കുമോ? അവരും കരുതില്ല ആ ശ്രീകുട്ടി കൊള്ളില്ല എന്ന് പറഞ്ഞതൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് വേണ്ട, പോയി കഴിക്കണ്ട എന്നല്ലേ കരുതത്തുള്ളൂ. അവരുടെ കച്ചവടത്തിനെ മോശമാക്കുന്നതോ ഒന്നുമല്ല. നമ്മളൊരു കാശ് കൊടുത്ത് നമ്മളിപ്പോൾ ഒരു 10 രൂപയ്ക്ക് ചായ വാങ്ങിച്ചു, 10 രൂപ കൊടുത്ത് ചായ കുടിക്കുമ്പോൾ അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാൻ പറ്റും. ഈ ബൂസ്റ്റർ ടീ തുടങ്ങിയ സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് നിറയെ ആൾക്കാർ നിൽക്കായിരുന്നു. ഞാനൊരു ദിവസം ഒരു ഫിൽറ്റർ കോഫി അവിടെ നിന്ന് കുടിച്ചേ, എനിക്കിഷ്ടമായില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് ഫിൽറ്റർ കോഫി ഇഷ്ടമായില്ല, ഇതാണോ ഫിൽറ്റർ കോഫി? ഞാൻ ഷൗട്ട് ചെയ്തതല്ല, കാര്യമായിട്ട് സംസാരിച്ചു. ഇതാണോ ഫിൽറ്റർ കോഫി എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് റിട്ടേൺ തരാൻ പറഞ്ഞു. പേയ്മെൻറ്റ് റിട്ടേൺ തരാം. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞു ശരിയാ അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ആ സാധനം കൊള്ളില്ല എങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് പറയാം, അതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അയ്യോ പറഞ്ഞ് ഞാൻ പ്രിൻ്റർ നോക്കാൻ പോയി. പ്രിൻ്ററിന് ഭയങ്കര വിലയായതുകൊണ്ട് പ്രിൻ്റർ വാങ്ങിയില്ല. അത് കഴിഞ്ഞൊരു ഫോട്ടോഷൂട്ട് നമുക്ക് 2 ദിവസത്തിനകം ഉണ്ട്. അപ്പോൾ കുറച്ച് കുപ്പിവെള്ളം വാങ്ങണം. കുപ്പിവെള്ളം വാങ്ങി അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. വേദയും ട്യൂഷനും വിളിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വേദ ഞാൻ ഡാൻസ് ക്ലാസ്സിനാക്കുന്നുണ്ടെന്ന്. വേദയെ കൊണ്ടുവന്ന് പുതിയ സ്ഥലത്ത് ഡാൻസ് ക്ലാസ്സിനാക്കി. മറ്റേ സ്ഥലം വിനേന്ദ്രൻ സാറിൻ്റെ അവിടെ കൊള്ളില്ല, അങ്ങനെ ഒന്നുമല്ല. സാറ് നല്ല സാറാണ്, സാറ് ഭയങ്കര സീനിയറാണ്. പക്ഷേ എനിക്ക് സാറ് സാറ്റർഡേ സൺഡേ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ക്ലാസ് വയ്ക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പേയാടാണ്, നമുക്ക് തൊട്ടടുത്താണ്. ഇവിടെ എല്ലാ ദിവസവും ഡാൻസ് ക്ലാസ് ഉണ്ട്. രാത്രി 10 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാറ് ഞാൻ പറഞ്ഞ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വേദയ്ക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അജയൻ സാറാണ്, സാറും ഭയങ്കര സീനിയറാണ്. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലല്ല, ഞാനൊരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സാറ് അതനുസരിച്ച് എടുക്കുക, അതനുസരിച്ച് ഇനി കൊണ്ടുപോകാൻ പറ്റും. കാരണം സാറ്റർഡേ സൺഡേ ഇപ്പം ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയാലും അപ്പം ഞാൻ പോവും സേലത്തോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അല്ലാത്ത വർക്കിംഗ് ഡേയ്സിലാണ് വേദയ്ക്ക് ഫുൾ ട്യൂഷൻ ഉള്ളതും. അതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡാൻസ് ക്ലാസ്സും. അപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് കരുതി. എല്ലാം വാരി വലിച്ചിട്ടൊക്കെയാണ് ഈ വേദ എന്തിനാണ് ഈ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു സെക്കൻഡ് അന്യനും അമ്പിയും ആവുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഞാൻ അമ്പിയായിട്ട് നിൽക്കുമ്പോഴാണ് വേദ ക്യാമറ കൊണ്ട് അപ്പുറത്തെ റൂമിൽ പോയത്. ആ റൂം ഫുൾ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, നീ എന്തിനിപ്പോൾ ക്യാമറ കൊണ്ട് അങ്ങോട്ടേക്ക് പോയി, അവിടെ ഫുൾ വലിച്ചു വാരി ഇട്ടേക്കല്ലേ എന്ന് ചോദിച്ച് വേദയോട് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് അന്യനായില്ല കേട്ടോ. ഞാൻ അന്യനായി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അത് കുറച്ച് കടുപ്പപ്പെട്ട അന്യനാട്ടോ. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് തന്നെ തോന്നും ഞാൻ ഇത്രയ്ക്ക് ക്രൂരയാണോ, ഇത്രയ്ക്ക് വലിയൊരു അന്യനാണോ എന്നുള്ളത്. ആ സെക്കൻഡിൽ തന്നെ ഞാൻ അമ്പിയും ആവും കേട്ടോ. അതൊക്കെയാണ്. വീട്ടിലെ ഏട്ടനോടും വേദയോടൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛനോടും അമ്മയോടൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദേഷ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ശത്രുക്കളും കൂടുതലാണ്. നമ്മൾ പറയണ കാര്യം ഇതുപോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ പലർക്കും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. റിയാക്ട് ചെയ്യാതിരുന്നാൽ നല്ലതാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.